Tripunitura terminal station. Please mind the gap between the train and the platform. ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ അഭിനവ് നാരായണൻ. കുറേ കാലത്തിൻ്റെ ശേഷമാണ് ഇന്നൊരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വീഡിയോ ഇടാത്തത് അതുകൊണ്ടൊന്നല്ല കേട്ടോ. എൻ്റെ മൗസ് കേടായിരുന്നു ലാപ്ടോപ്പിൻ്റെ. അതിന്നാണ് എനിക്ക് കിട്ടിയത്. ഓഫ് കോഴ്സ് ദിസ് ഇസ് ദ വൺ. ഇത് HP-ൻ്റെ S500 എന്ന് പറഞ്ഞ മൗസാണ്. അപ്പം ഇന്ന് മുതൽ ഇനി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ക്യാമറ ഇങ്ങനെ തിരിക്കുക. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷനാണ്. ഈ മെട്രോ സ്റ്റേഷൻ്റെ ഉദ്ഘാടനം ഇന്നാണ് കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് വരാൻ പറ്റി. അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വ്ളോഗ് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് ഹാവ് എ ടേക്ക് എ ലുക്ക്. രാജ്നഗർ എന്ന് പറയപ്പെടുന്ന തൃപ്പൂണിത്തറയ്ക്ക് മറ്റുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ചുമരിലും തൂണുകളായിട്ട് കാണപ്പെടുന്ന മ്യൂറൽ പെയിൻറ്റിങ്സ്. സ്വന്തമായിട്ടൊരു ഡാൻസ് മ്യൂസിയം ഉള്ള മെട്രോ സ്റ്റേഷൻ എന്നുള്ള വിശേഷണം തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ തന്നെ കേട്ടോ. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ള എൻട്രി ഫ്രീ ആയിരിക്കും എന്നാണ് അറിയാൻ പറ്റിയത്. ഏൻഷ്യൻ ടച്ച് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ബൾബുകൾ മറ്റൊരു പ്രത്യേകതയാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമരിലൊരു സെപ്പറേറ്റ് മാപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് ബസ്, റെയിൽവേ, വാട്ടർ, മെട്രോ കണക്ടിവിറ്റിയൊക്കെ നമുക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷന് മാത്രം 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇത് മെട്രോ സ്റ്റേജ് 1 കംപ്ലീഷൻ്റെ ഒരു ഭാഗം കൂടിയാണ്. ആദ്യ ദിവസം ആയതുകൊണ്ടും വൈകിട്ടായതുകൊണ്ടും ആളുകൾ ആവശ്യത്തിനുണ്ടായിരുന്നു. എന്നെപ്പോലെ ഒരു മെട്രോ സ്റ്റേഷൻ കാണാൻ വന്നവരുടെ തിരക്കും കുറവൊന്നുമല്ല. എല്ലാവരുടെ മുഖത്ത് ഒരു കൗതുകമൊക്കെ കാണുന്നുണ്ട്. കൊച്ചിൻ റോയൽ ഫാമിലി ഫൗണ്ടേഷൻ ഡൊണേറ്റ് ചെയ്ത സർ രജിശ്രീ രാമവർമ്മയുടെ വലിയൊരു വാൾ ഫോട്ടോ കാണാൻ പറ്റും. താഴത്തെ നോട്ടിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽവേ കണക്ടിവിറ്റി കൊണ്ടുവന്നത്. ആകെ തോന്നിയ ഒരു ഡ്രീമറിറ്റ് എന്ന് പറഞ്ഞ വെച്ചാൽ വാട്ടർ ഫിൽറ്റർ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഓരോ പണികളായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് പുതിയ മെട്രോ സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.